വെസ്റ്റ് ബംഗാളിൽ ഒരു ദമ്പതികൾ തങ്ങളുടെ 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വിറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? സംഭവം നടന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാ. പക്ഷേ അതിനുള്ള കാരണമാണ് ഏതൊരാളെ അതിശയപ്പെടുത്തുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. നമ്മുടെ കഥയിലെ നായകന്റെ പേരാണ് സൂരജ്. സൂരജ് കോഴിക്കോടുള്ള ഒരു പ്രൈവറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സൂരജ് എല്ലാ ദിവസവും രാവിലെ ബൈക്കിലാണ് ഓഫീസിൽ പോകുന്നത്. അതേപോലെ തന്നെ സൂരജ് രാവിലെ എല്ലാ ദിവസവും 6 മണിക്ക് ഉറക്കം എഴുന്നേൽക്കുന്ന ഒരാളാണ്. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ മുതൽ വീട്ടിൽ നിന്നും പരാതികളുടെയും പരിഭവങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും സൂരജിനെ കാത്തിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഓഫീസിലെത്തിയാൽ അവിടെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് സൂരജിനെ കാത്തിരിക്കുന്നത്. മന്ത്ലി ടാർഗറ്റുകളും മാനേജറുടെ വക ചീത്ത പറച്ചിലും ഓവർ പ്രഷറും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് സൂരജിന്റെ ഒരു ദിവസമല്ല, സൂരജിന്റെ മിക്കവാറും എല്ലാ ദിവസങ്ങളും എങ്ങനെ തന്നെയാണ്. പാവം സൂരജിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സൈഡില് ഓഫീസിൽ നിന്നുള്ള പ്രഷർ, മറു സൈഡിൽ വീട്ടിൽ നിന്നുള്ള പ്രഷർ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ നടുക്ക് കിടന്ന് ഞെരുങ്ങി അമരുകയാണ് നമ്മുടെ സൂരജ്. രാവിലെ ഉറക്കം എഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ സൂരജിന്റെ മനസ്സിൽ പണവും അതുമായി ബന്ധപ്പെട്ട പല പല പ്രശ്നങ്ങളുമാണ്. എന്താണ് സൂരജിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം? സൂരജിന്റെ മനസ്സിലെ എപ്പോഴുമുള്ള ചിന്തകളാണ് കുട്ടികളുടെ ഫീസ്, ഇലക്ട്രിസിറ്റി ബില്ല്, കുടുംബത്തിൽ ഇനിയും വരാനിരിക്കുന്ന ഓരോ ഫംഗ്ഷനുകളും കല്യാണങ്ങളും അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ, അതേപോലെ ലോൺ എടുത്തതിന്റെ EMI, അതിന്റെ ഇൻട്രസ്റ്റ്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രശ്നങ്ങളുമാണ് സൂരജ് എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഇത് ഒരു സൂരജിന്റെ മാത്രം കഥയല്ല. ഇങ്ങനത്തെ ഒരുപാട് സൂരജുമാര് കേരളത്തിലുണ്ട്. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മിഡിൽ ക്ലാസ്. 2024 കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷന്റെ ഏകദേശം 31% മിഡിൽ ക്ലാസ്സിൽ ഉൾപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഈ മിഡിൽ ക്ലാസ് ആയി ജീവിക്കേണ്ടി വരുന്നത്? അതേപോലെ അവരെ അതിൽ നിന്നും രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത മിഡിൽ ക്ലാസ് ട്രാപ്പുകളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. സോ വെൽക്കം ടു ദ വീഡിയോ. ആദ്യം നമുക്ക് മനസ്സിലാക്കണം, ആരാണ് ഈ മിഡിൽ ക്ലാസ്? മിഡിൽ ക്ലാസ് എന്നാൽ എല്ലാം ഒരു ശരാശരിയുള്ള ആളുകൾ. ശരാശരി വിദ്യാഭ്യാസം, ശരാശരി വരുമാനം, ശരാശരി ജീവിത നിലവാരം, എല്ലാത്തിലും ഒരു ശരാശരി ആയിട്ടുള്ള ആളുകൾ. തീരെ പാവപ്പെട്ടവരുമല്ല, എന്നാൽ വലിയ സമ്പന്നരുമല്ല. ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവാൻ മാത്രം സമ്പാദിക്കുന്ന ആളുകൾ. അവരുടെ കയ്യിൽ സേവിങ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത്ര വലിയ സേവിങ്സ് ഒന്നും ആയിരിക്കില്ല. അതിരിക്കട്ടെ, ആരാണ് ഈ മിഡിൽ ക്ലാസ് എന്ന് മനസ്സിലാക്കണ്ടേ? ആനുവൽ ഹൗസ് ഹോൾഡ് ഇൻകം 5 ലക്ഷത്തിന്റെയും 30 ലക്ഷത്തിന്റെയും ഇടയിൽ വരുന്ന ആളുകളാണ് മിഡിൽ ക്ലാസ് എന്നറിയപ്പെടുന്നത്. നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണ് എന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് മിഡിൽ ക്ലാസ് ട്രാപ്പ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചൂണ്ടലിട്ട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടോ? ഇനി പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ എങ്ങനെയാണ് ചൂണ്ടലിട്ട് മീൻ പിടിക്കുക എന്ന്? അവിടെ മീനിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് ആ ചൂണ്ടയിലേക്ക് മീനിനെ ആകർഷിക്കും. ഇതേപോലെ തന്നെയാണ് പല ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ബാങ്കുകളും മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യുന്നത്. ഈ ട്രാപ്പിൽ അകപ്പെടുന്നത് കൊണ്ട് തന്നെ ജീവിതം ഒരു പോയിന്റിൽ വർഷങ്ങളോളം സ്റ്റക്കായി നിൽക്കും. കാലങ്ങളോളം സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്ന് തീരുമ്പോൾ മറ്റൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിലേക്ക്. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ കുറച്ചധികം പണം അവരുടെ കയ്യിലേക്ക് വന്നാൽ ആ പണത്തെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അറിയാതെ പല സാധനങ്ങളും വാങ്ങി അത് പെട്ടെന്ന് തന്നെ തീർക്കും. ഇങ്ങനെ മിഡിൽ ക്ലാസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും അതേപോലെ തന്നെ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള അറിവ് ഇല്ലാത്തതുമാണ്. എങ്ങനെയാണ് മിഡിൽ ക്ലാസ് ട്രാപ്പ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ആളുകളെ 3 രീതിയിൽ തരംതിരിക്കാൻ പറ്റും. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. ലോവർ ക്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ അറിവും അവസരവും ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് വരുമാനം എത്തിക്കാനുള്ള വഴികളും ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. രണ്ടാമത്, മിഡിൽ ക്ലാസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സ്കില്ലുണ്ടാവും, അവസരങ്ങളുണ്ടാവും, അറിവുണ്ടാവും. എന്നാലും അവരുടെ ജീവിതത്തിലേക്ക് ഒരു ശരാശരി ആയി മാത്രമേ അവർക്ക് വരുമാനം എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അപ്പർ ക്ലാസ് ആവട്ടെ, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആവശ്യത്തിലേറെ ഉള്ള വിഭാഗമായിരിക്കും. മണി ട്രാപ്പിൽ നിന്നും പലരും പുറത്തു കടക്കാത്തതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം, ദ ഫാമിലി മാൻ. പല കുടുംബങ്ങളിലും ഒരൊറ്റ ആൾ മാത്രമായിരിക്കും പണം സമ്പാദിക്കുന്നത്. അതിപ്പോൾ 2 പേരടങ്ങിയ ഒരു കുടുംബമാണെങ്കിലും ശരി, ഇനി 5 പേരടങ്ങിയ ഒരു കുടുംബമാണെങ്കിലും ശരി, പണവുമായി ബന്ധപ്പെട്ട 90% ഭാരവും ആ ഒരൊറ്റ ആളുടെ തോളിലായിരിക്കും.
ആ കുടുംബത്തെ സന്തോഷത്തോടു കൂടി നിലനിർത്താൻ അയാൾ എടുക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നും ആയിരിക്കില്ല. ആ ഒരു കുടുംബത്തിലേക്ക് വേറൊരു രീതിയിലുള്ള വരുമാനം വരാത്തിടത്തോളം കാലം ഈ ഒരു ട്രാപ്പിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. ഏത് കാലത്തും ആ ഒരു മിഡിൽ ക്ലാസ് ആ ഒരു കാറ്റഗറിയിൽ തന്നെ അവർ ജീവിക്കേണ്ടിയും വരും. മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്നും പലരും പുറത്തു കടക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ മറ്റൊന്ന് ഷോ ഓഫ്. നമ്മൾ സംസാരിച്ചു ആളുകളെ ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് തരംതിരിക്കാമെന്ന്. ഇതിൽ മിഡിൽ ക്ലാസ് എപ്പോഴും തങ്ങളെ തന്നെ അപ്പർ ക്ലാസ്സുമായിട്ടാണ് താരതമ്യം ചെയ്യാറുള്ളത്. അപ്പർ ക്ലാസ് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു കൂട്ടാറുണ്ട്. അവരുപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും, ഡ്രസ്സാവട്ടെ, ഫോണാവട്ടെ, ഓരോന്നും ചെറുതും വലുതുമായിട്ടുള്ള ഓരോന്നും റിച്ച് ആണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഷോ ഓഫ്. അപ്പോൾ ഈ ഒരു സ്വഭാവം മിഡിൽ ക്ലാസ്സിനെ ട്രാപ്പ് ചെയ്ത് അവിടെ തന്നെ ആ ഒരു വിഭാഗത്തിൽ നിന്നും പുറത്ത് കടക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വരവറിയാതെ ഒരിക്കലും ചെലവാക്കരുത് എന്ന്. പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള ഒരു മിഡിൽ ക്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ അവർ EMI എടുത്തിട്ട് പോലും അവരവരുടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ റിച്ച് ആണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. മിഡിൽ ക്ലാസ് മണി ട്രാപ്പിൽ നിന്നും പുറത്ത് കടക്കാത്തതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു മന്ത്ലി ബഡ്ജറ്റ് ഇല്ലാത്തതാണ്. നമുക്ക് വീണ്ടും നമ്മുടെ പഴയ കഥാനായകനിലേക്ക് ഒന്നും കൂടി പോകാം. സൂരജാണ് സൂരജിന്റെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. സൂരജിന്റെ കുടുംബത്തെ സന്തോഷത്തോടെ നിർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. കുട്ടികൾക്ക് എല്ലാ മാസവും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. അതേപോലെ ഭാര്യയുടെയും അമ്മയുടെയും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഏകദേശം 15-ാം തീയതി ഒക്കെ ആവുമ്പോഴേക്കും സൂരജിന്റെ പോക്കറ്റ് കാലിയാവും. പിന്നെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ വാങ്ങി ആ മാസം തള്ളി നീക്കും. അടുത്ത മാസത്തെ സാലറി വരുമ്പോൾ സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ സൂരജ് ഈ ഒരു ട്രാപ്പിൽ നിന്നും ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെടുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഇവിടെ സൂരജിന്റെ പ്രശ്നം എന്താ? ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതെ പ്രസന്റിൽ ജീവിക്കുക. അതായത് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്ലാൻ ഇല്ല എന്നുള്ളത്. അപ്പം ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ സൂരജ് വലിയൊരു ട്രാപ്പിലല്ലേ? കാരണം ഏതെങ്കിലും ഒരു മാസം സൂരജിന് സാലറി ഇല്ലാതെ പോയാൽ, എന്തെങ്കിലും കാരണം കൊണ്ട് 1-2 മാസം സൂരജിന് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നാൽ ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു മന്ത്ലി ബഡ്ജറ്റ് പ്ലാന് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അപ്പം ഇങ്ങനെ മിഡിൽ ക്ലാസ്സിൽ വളർന്നു വരുന്ന ഓരോ ആളുകളും ചിന്തിക്കുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പരിധിവരെ നമ്മുടെ പേരൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഡ്വൈസസ് ആണ്. നിങ്ങൾ അവനെ നോക്കി പഠിക്കുക, അവൻ ചെയ്യുന്നത് പോലെ ചെയ്യ് എന്നൊക്കെ പലരും പലപ്പോഴും നമ്മുടെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് അവർ വളർന്നു വരുമ്പോഴും ചെയ്യുന്നത്. അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക. മിഡിൽ ക്ലാസ് ആണ് ഞാൻ എന്ന ബോധ്യമില്ലാതെ റിച്ച് ആയിട്ടുള്ള ആളാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഡ്രസ്സ് ചെയ്യുക, അതേപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനൊരു ട്രാപ്പിലാണ് നിങ്ങളും ഉള്ളത് എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിന്ന് തോന്നുകയാണെങ്കിൽ ആ ട്രാപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറയാനും ചോദിക്കാനുമുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. So I'll see you in the next video.